അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഖാൻ കരിക്കോട് സാറിൻ്റെ അതായത് വിവാഹ ജീവിതത്തിലേക്ക് കടക്കുന്നതിനുള്ള നിസാരമല്ല നിക്കാഹ് എന്നുള്ള എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോവുകയാണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് സാറേ, സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഇഷ്ടങ്ങളുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങളിൽ പിന്നെ സ്ത്രീകളുടെ ഇഷ്ടം പുരുഷന്റെ ഇഷ്ടമായിട്ട് വ്യത്യാസമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വസ്ത്രം ധരിക്കുന്നതിലായാലും പുരുഷൻ അലക്ഷ്യമായിട്ട് ധരിക്കുമെങ്കിലും സ്ത്രീ അങ്ങനല്ല, എല്ലാത്തിനും ഒരു ജാഗ്രത കാണിക്കും. അതായത് അവരുടെ കുടുംബപരമായ ജീവിതത്തിൽ മൊത്തത്തിൽ കാണിക്കുന്നു. അപ്പൊ അതിനുള്ള ഈ മൂല കാരണം വ്യത്യാസം എന്താണ്? സ്ത്രീയും പുരുഷനും ഞാൻ പറഞ്ഞല്ലോ, മാനസികമായും ശാരീരികമായും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. 2500 വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ആ വ്യത്യാസത്തിൽ ഈ ആസ്വാദന രീതിയിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. സ്ത്രീ ആസ്വാദനത്തിൽ വളരെ മുമ്പിലാണ്. ഇപ്പോൾ സ്ത്രീ ആണെങ്കിൽ കുളിക്കുന്നതിന് എത്ര സമയം എടുക്കുന്നത്, പുരുഷൻ എടുക്കുന്ന സമയമാണോ? അല്ല, വൃത്തി അവർക്കൊരു പ്രധാന ഘടകമാണ്. വസ്ത്രധാരണം, ഉടനെ എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞാൽ ഉടനെ വസ്ത്രം ധരിച്ചുകൊണ്ട് ഇറങ്ങുമോ? അതുപോലെ തന്നെ അവരെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിൽ ഞാൻ എങ്ങനെയാണ് കാണപ്പെടുക എന്നുള്ളത് അവർ മുൻകൂട്ടി കാണുന്നു. അപ്പോൾ നമ്മൾ വസ്ത്രത്തിൽ എന്താ മിതത്വം വേണ്ടവർ ആ മിതത്വം സൂക്ഷിച്ചുകൊണ്ടായിരിക്കും വസ്ത്രം ധരിക്കുന്നത്. അപ്പോൾ വൃത്തിയും വെടുപ്പും വേണമെന്നുണ്ടാകും. ഒരു ദുർഗന്ധം ഒരിക്കലും തന്നിൽ നിന്നുണ്ടാകരുതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കുളിക്കാൻ ഒരുപാട് സമയം എടുക്കുന്നത്. പുരുഷൻ അത്തരമൊന്നും കാണത്തില്ല. എങ്ങനെയോ കുളിക്കുക, വസ്ത്രം എടുക്കുക, ഇടുക, പോവുക, അതിലൊന്നും ഒരുപാട് സമയമൊന്നും അവർക്ക് കഴിയത്തില്ല. ഇതൊരു പ്രധാനമായ കാര്യങ്ങളാണ്. ഇനി വേറെ ഒരു ഇഷ്ടങ്ങളുണ്ട്. ഈ സൽക്കാരങ്ങൾ ഈ സ്ത്രീക്ക് ഇഷ്ടമാണ്. ആളുകളെ സൽക്കരിക്കുന്നതിലും തനിക്ക് സൽക്കാരം കിട്ടാനും സ്ത്രീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് ഒന്ന് ചിന്തിച്ച് സ്വാഭാവികമാണ്. അതുപോലെ തന്നെ ഇച്ചിരി ഒരു യാത്ര പോകണം. ഏതൊരു സ്ഥലത്തും ഞാൻ എൻ്റെ കൗൺസിലിംഗ് രംഗത്ത് പറയുന്നത്, സാറേ എന്നെ എങ്ങും കൊണ്ടുപോയില്ല സാറേ, കല്യാണം കഴിഞ്ഞ ശേഷം എന്നെ എങ്ങും കൊണ്ടുപോവുക. അത് അവരുടെ കുടുംബ വീടുകളിലായാലും സ്ത്രീക്ക് യാത്ര പോകാൻ ഇഷ്ടമാണ്. ചിലർക്ക് അത് കൊണ്ടുപോകാറുണ്ട്. ചില പുരുഷന്മാർ ഇതിനൊക്കെ മടി വയ്ക്കും. അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് പോകും, സാധനം വാങ്ങാനായിട്ട് പോകുന്നതും സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഏതെങ്കിലും ഒരു വിശേഷം വന്നാൽ, ഒരു കല്യാണം വന്നാൽ, കല്യാണം എന്നാണ് 2-3 മാസത്തിന് മുമ്പേ പ്ലാൻ ചെയ്യുകയാണ്. ആ ദിവസം കല്യാണത്തിന് പോകണം. കല്യാണം നടത്തുന്നത് നമ്മുടെ അല്ല, നമ്മുടെ ബന്ധുവിൻ്റെ ആയിരിക്കും. പക്ഷേ എങ്കിലും ഇവരുടെ തയ്യാറെടുപ്പുകളാണ്. അപ്പോൾ ഇതെന്താണ് പറ്റുന്നതെന്ന് വെച്ചാൽ, ഇതൊക്കെ അവരുടെ ഒരു ആഘോഷമാണ്. നമ്മളിവിടെ ബിസിനസ്, കാശ്, പണം, അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച്, രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ ഈ കാര്യങ്ങൾ, നിസ്സാരമായ ഈ കാര്യത്തിന് പ്രാധാന്യം നിസ്സാരമാണ്, അവരുടെ ഗൗരവമാണ്. ഇത് നമ്മൾ അറിഞ്ഞ് തന്നെ അവരോട് ഇടപെടണം. വളരെ ഉപകാരം സാറേ, വളരെ ഉപകാരപ്പെടുന്നു ഈ സാറിൻ്റെ അതായത് നമുക്ക് ഓരോ വാക്കുകളും ഒരു മനഃശാസ്ത്രം മനസ്സിന്റെ ശാസ്ത്രം അറിഞ്ഞ ആളിൽ നിന്ന് പഠിക്കുമ്പോഴേ നമുക്ക് അറിവുകൾ കിട്ടത്തുള്ളൂ. നമ്മുടെ എല്ലാ പഠനവും ഒന്നല്ല എന്നതിൽ ഈ ക്ലാസ്സുകളിൽ നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ ഉപകാരം സാറേ. എല്ലാ ഖൈറും സാറിനുണ്ടാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.